ദൈവത്തിൻ്റെ വിശ്വാസത്തിലൂടെ വളരാനായി ദൈവത്തിൻ്റെ മക്കളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ വിശ്വാസം എന്നത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന വിവിധ വിശ്വാസ പാരമ്പര്യങ്ങളിൽ പെടുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ മൂല്യത്തെ എത്തിച്ചു കൊടുക്കുക എന്നതും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്. ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചവരായി മറ്റുള്ളവർക്ക് ആ വിശ്വാസത്തെ കൊടുക്കാനായി ശ്രമിക്കുന്നത്. ഏക സത്യ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുകയും ഈ സത്യദൈവ വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയും ചെയ്യുക. ഈ സത്യദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം രീതിയിൽ അനുഗ്രഹിക്കും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. യെശയ്യാവ് 45-ാം അധ്യായം 22-ാം വാക്യം. സകല ഭൂസീമവാസികളുമായുള്ളവരെ, അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ വസിക്കുന്ന സകലരുമായുള്ളവരെ, എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ദൈവം പറയുകയാണ്, ഈ ലോകത്തിന് രക്ഷ എന്നത് ദൈവത്തിലൂടെ, ഏക സത്യദൈവത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല. ഈ ഒരു ഉറപ്പാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ ആർജിക്കേണ്ടത്. നമുക്കൊരു ദൈവമുണ്ട്. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവും ഇല്ല. ഈ ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് അടുത്ത് പറയുന്ന. നമ്മൾ ആരാധിക്കുന്ന ഏക സത്യദൈവത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന്, എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും. എൻ്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളോട് ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി നമ്മുടെ മുഴങ്കാലുകളെ മടക്കി ദൈവം ആരാധിക്കാനായി പറയുന്നത്. മറന്നു പോകരുത്. നമ്മുടെ അത്യാവശ്യം മുട്ടിന്മേൽ നിൽക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ, ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മുട്ടിന്മേൽ നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ നമുക്ക് രോഗവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രയാസങ്ങൾ വരാം. എങ്കിലും നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ, എഴുന്നേറ്റ് നടക്കാനുള്ള പ്രാപ്തിയുള്ളപ്പോൾ ദൈവം നമ്മോട് പറയുന്നത് മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ക്രമമെന്ന് പറയുന്നത്, നമുക്ക് ഇരിക്കാനൊരു ബെഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചാരി AC-യിൽ ഇരിക്കുന്നത് പോലെ നമ്മളങ്ങനെ ഇരിക്കും. അപ്പം നമുക്കൊരു ക്രമമുണ്ട്. നമ്മളോട് പറയുന്നത്, ദാവീദ് രാജാവിനെക്കുറിച്ച്, ദാവീദ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. ഇപ്പോൾ സാഷ്ടാംഗം വീഴാനായിട്ട് എല്ലാ സമയത്തും നമുക്ക് പറ്റില്ല. എങ്കിലും നമുക്ക് ആരോഗ്യമുള്ള കുറച്ച് സമയമുണ്ടാകും. ആ സമയത്ത് നമുക്കൊരു ശീലം ഉണ്ടാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, മുട്ടിന്മേൽ നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം ദാനിയേലിനെ നിങ്ങൾ മനസ്സിലാക്കണം. ദാനിയേലിനെ വലിയൊരു പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടിടുകയാണ്. സിംഹത്തിൻ്റെ ഗുഹയിൽ കൊണ്ടിടുകയാണ്. അവിടെ നോക്കുമ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ തന്നെ വിനയപ്പെടുത്തി സാഷ്ടാംഗം ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മുഴങ്കാൽ മടക്കണം ദൈവസന്നിധിയിൽ വരുമ്പോൾ. നമ്മൾ കർത്താവായ യേശുവിനെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, കർത്താവായ യേശു ഗത്സമനയിലേക്ക് പോകുന്ന ആ ഒരു പ്രാർത്ഥന, യേശു പോയി നിന്നുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത്, യേശു ശിഷ്യന്മാരോടൊപ്പം അങ്ങോട്ട് മാറിയിരുന്ന് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് തൻ്റെ പിതാവായ ദൈവത്തോട് മുഴങ്കാൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കാണുന്ന ഈ വരച്ച് ചേർത്ത ഒരു ചിത്രമൊക്കെ ഉണ്ട്. യേശു ഒരു കല്ലിൻ്റെ മേൽ കൈയൊക്കെ ഇങ്ങനെ വെച്ച് മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, കർത്താവിന് ഇതൊക്കെ ചെയ്യാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കി ഇരുന്ന് ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒന്നിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല. അതാണ് അതിൻ്റെ അർത്ഥം.
ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ നമ്മൾ വിനയത്തോടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അതിലേക്ക് അനുഗ്രഹിച്ച് എത്തിക്കും. മുട്ടിനൊക്കെ അസുഖമുള്ളവരൊന്നും എന്നോട് പിണങ്ങരുത്. നിങ്ങൾ ഉദ്ദേശിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നല്ല ആരോഗ്യമുള്ളവർ ഉദ്ദേശിച്ചാണോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പം മുതൽ തന്നെ മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനായി, മുട്ടുമടക്കി ഇരിക്കാനായിട്ട് ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ശീലിപ്പിക്കണം. നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങളോട് 1 മിനിറ്റ് ഒന്ന് മുട്ടുമടക്കി ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുമോ? ഇരിക്കില്ല. അവരുടനെ എന്ത് ചെയ്യും? മുട്ടുവേദനിക്കുന്നു, അങ്ങനെയാണ് എന്ന് പ്രശ്നമൊന്നും പറഞ്ഞ് അവരുടനെ എഴുന്നേറ്റ് കസേരയിൽ ഇരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവം മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പോസ്ചർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ വന്ന് മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മൾ ദാനിയേലിനെ കുറിച്ച്, ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ കുറിച്ച്, ഇവരൊക്കെ പ്രാർത്ഥനയുടെ അതിഭക്തന്മാരും പ്രാർത്ഥനാ പോരാളികളുമാണ്. ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദാനിയേൽ യെരൂശലേമിൻ്റെ നേരെ കിളിവാതിലുകളെ തുറന്നിട്ട് എത്ര നേരമാണോ പ്രാർത്ഥിക്കേണ്ടത് അത്രയും സമയം ദൈവസന്നിധിയിൽ തന്നെ സാഷ്ടാംഗം തൻ്റെ ശരീരത്തെ മടക്കി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം പറയുന്നു, എന്നെപ്പോലെ മറ്റൊരു ദൈവവുമില്ല. എൻ്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങണം. എല്ലാവരും എൻ്റെ സന്നിധിയിൽ എൻ്റെ സന്നിധിയിൽ വന്ന് എന്നെ ആരാധിക്കണമെന്നുള്ളതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹം. 2, മുഴങ്കാലുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2, ഏത് നാവും സത്യം ചെയ്യും, ഏത് നാവും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത വചനവും പുറപ്പെട്ടിരിക്കുന്നു. 2, നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. 1, നമ്മുടെ ശരീരത്തിൽ നമ്മളെങ്ങനെ ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നു ദൈവസന്നിധിയിൽ വരുമ്പോൾ. 2, നമ്മുടെ നാവ് എടുത്ത് തുറന്ന് ശബ്ദത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധനയുടെ ഭാഗമാകുമ്പോൾ ഉറപ്പായിട്ടും ചേർന്ന് വരണം. നമ്മളെ വാ ഒരിക്കലും അടച്ചു വയ്ക്കരുത്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ എവിടെയുണ്ട്? അന്തരീക്ഷത്തിൽ നിൽക്കും. അതുപോലെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലും പ്രാർത്ഥിക്കാൻ പറ്റും, ശബ്ദത്തോട് പ്രാർത്ഥിക്കാനും പറ്റും, ഉള്ളിലും പാടാൻ പറ്റും, വായ തുറന്ന് പാടാനും പറ്റും, അല്ലേ? ഉള്ളിലും വചനം വായിക്കാൻ പറ്റും, ഇങ്ങനെ നോക്കി വായിക്കാനും പറ്റും, വായ തുറന്ന് വായിക്കാനും പറ്റും. നമ്മളോട് ദൈവം പറയുന്നത്, ഏത് നാവും, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള നാവ് അത് സത്യത്തിൻ്റെ വചനമാണ്. ആ സത്യത്തിൻ്റെ വചനം നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളുടെ വീട്ടിൽ വചനം വായിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചു, വീട്ടിൽ വചനം വായിക്കുന്നതിൻ്റെ പ്രാധാന്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഈ ദൈവ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന ദൈവവചനം, നിങ്ങളുടെ സ്തുതി, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വീടിനെ ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റും. ദൈവം പറയുന്നു, അങ്ങനെ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാനായി കഴിയും. 24-ാമത്തെ വാക്യം, യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും. 3, ദൈവമാണ് ബലവാൻ. ദൈവത്തെ കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാനായിട്ട് കഴിയൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലും. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലും. അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരണം എന്നതാണ്. ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നമ്മൾ വരണമെന്നതാണ്. നമ്മുടെ പള്ളി പകൽ സമയം മുഴുവനും തുറന്നിട്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും പള്ളിക്കകത്ത് വന്നിരുന്ന് ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ദേശത്തിലെ പലരും അതിൽ വന്നിരുന്ന് നമ്മുടെ ആലയത്തിനുള്ളിൽ വന്ന് ദൈവസ്നേഹം അനുഭവിച്ചിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളിലൂടെ ഈ 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്കും വരണം. നമ്മളിലൂടെ ദേശത്തിന്, മറ്റുള്ളവർക്കും ഈ ഒരു അനുഗ്രഹങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ദൈവം ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്? 1, നമ്മുടെ മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. 2 പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ വചനം വാ തുറന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. മറന്നു പോകരുത്. വചനം നമ്മൾ വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ കെട്ടുകൾ അഴിയും. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഏതെല്ലാം വീട്ടിൽ വചനം വായിക്കുന്നോ, വചനം പറയുന്നോ, വചനം ഏറ്റെടുക്കുന്നോ, പ്രാർത്ഥിക്കുന്നോ, അങ്ങനെയുള്ള വീടുകളിൽ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ തടസ്സങ്ങൾ ഇങ്ങനെ നിങ്ങളറിയാതെ അഴിഞ്ഞു പോകും. എന്നാൽ നമ്മുടെ വീട്ടിൽ 24 മണിക്കൂറും നമ്മൾ ടെലിവിഷനാണ് നമ്മളിട്ട്, ആ ശബ്ദമാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ശബ്ദമില്ല.
അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഇങ്ങനെ കുറവായിരിക്കും. എന്നാൽ എപ്പോഴും നമ്മൾ അതിന് പകരം നമ്മളൊരു ക്രിസ്തീയ ഗാനം നമ്മുടെ വീട്ടിൽ പ്ലേ ചെയ്യുകയാണ്. മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ രാവിലെ 2 പാട്ടിടുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ അല്ലെങ്കിൽ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരവരുടേതായ ലോകത്തിൽ ആ കുഞ്ഞുങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, അവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വചനം വായിപ്പിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ ചെറുതിലേ വചനം വായിപ്പിക്കണം. വചനം വായിക്കാൻ അവർക്കൊരു ശീലം ഉണ്ടാക്കി കൊടുക്കണം. പ്രാർത്ഥിക്കാൻ അവർക്കൊരു ശീലം ഉണ്ടാക്കി കൊടുക്കണം. വായ്ക്കളെ തുറന്ന്, നാവിൻ്റെ കെട്ടുകളെ തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഘോഷിക്കാനായിട്ട് നമ്മുടെ തലമുറയെ നമ്മൾ പ്രചോദിപ്പിക്കണം. മൂന്നാമത് ഞാൻ പറഞ്ഞത്, ദൈവമാണ് ബലവാനെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വരാൻ നമുക്ക് കഴിയണം. ദൈവമാണ് ബലവാൻ. ദൈവത്തെ കൊണ്ട് മാത്രമേ എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ മാറുമ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയം, മറ്റ് മതവിശ്വാസങ്ങളിലുള്ളവർക്കും അതിൻ്റേതായ ഒരു അനുഗ്രഹം ദൈവം നൽകും. ആദ്യം മാറേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മൾ ഈ 3 രീതിയിൽ മാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളിലൂടെ ദൈവത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ ബൈബിളിൽ മറ്റ് മതവിശ്വാസങ്ങളിൽ നിന്ന് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് വന്ന് നമ്മുടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ധാരാളം പേരുണ്ട്. അതിലൊരാളാണ് പഴയ നിയമത്തിൽ നമ്മൾ രാഹാബ് എന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടും. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ രാഹാബ് എന്നൊരു സ്ത്രീയെ പരിചയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത അധ്യായം അടുത്ത പുസ്തകത്തിൽ നമ്മൾ രൂത്ത് എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടും. രൂത്ത്. പിന്നെയോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശമരിയക്കാരത്തി സ്ത്രീ. ഇങ്ങനെ പലരും ദൈവവുമായുള്ള ബന്ധത്തിൽ ചേർന്ന് വരുന്നത് മറ്റുള്ളവരിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ നേരിട്ട് ദൈവസ്നേഹം തിരിച്ചറിഞ്ഞിട്ടുമാണ്. നമ്മൾ ഇന്ന് രാഹാബ് എന്ന ഈ സ്ത്രീ എങ്ങനെയാണ് വിശ്വാസത്തിൽ ഉറച്ച് കർത്താവായ യഹോവയിലേക്ക് ചേർന്ന് വന്നത് എന്നതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായി ശ്രമിക്കുന്നത്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യോശുവ 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ വലിയൊരു അരുളപ്പാട് പോലെ അവളിലൂടെ പറയുകയാണ്, കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഇതാണ് അവളുടെ വിശ്വാസ പ്രഖ്യാപനം. ആര് പറയുന്നതാണ്? ഒരു ഇസ്രായേല്യ ദേശക്കാരത്തെയോ അല്ലെങ്കിൽ ഒരു യഹൂദിയ പെൺകുട്ടിയോ ഒരു സ്ത്രീയോ അല്ല ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. വിജാതീയയായ ഒരു സ്ത്രീ അവൾ പറയുന്നത് നിങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയാണ് മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഏകശക്തനായ ദൈവം. എന്തുകൊണ്ടാണ് രാഹാബിന് ഇത് പറയാൻ കഴിഞ്ഞതെന്നറിയാമോ? ആ ദേശം ഉറ്റുനോക്കുന്നതിന് വേണ്ടി ജെറിഹോ പട്ടണം പിടിക്കുന്നതിന് മുമ്പ് ജോഷുവ 2 പേരെ അവിടേക്ക് അയക്കുകയാണ്. അങ്ങനെ ഇവർ എത്തപ്പെടുന്നത് ഈ രാഹാബിൻ്റെ വീട്ടിലാണ്. രാഹാബിൻ്റെ വീട്ടിലെത്തുമ്പോൾ രാഹാബ് അവരോട് പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ചുറ്റും നിങ്ങൾ വളഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളെ നശിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഒരു കാര്യം കൂടി ഞങ്ങൾക്കറിയാം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവമാണ്. അവൻ സാധാരണ ഈ ഭൂമിയിലെ ഒരു ദേവനെ പോലെയല്ല, അവൻ അതിശക്തനാണ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ എന്നതുകൊണ്ട്, ഈ ദൈവം നിങ്ങൾക്ക് ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഈ രാഹാബ് പറയുകയാണ്. മറ്റു മതത്തിലുള്ള ഒരു സ്ത്രീ യഹൂദ മതത്തിലെ വിശ്വാസത്തെ ഏറ്റെടുത്ത് പറയുകയാണ്, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ഈ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മുടെ പ്രാർത്ഥന കണ്ട്, നമ്മുടെ വിശ്വാസം കണ്ട്, ദൈവസന്നിധിയിലുള്ള നമ്മുടെ നല്ല നടപ്പ് കണ്ട് ഈ ദേശത്തിലെ മറ്റുള്ളവർ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ രീതികളും കണ്ട് മറ്റുള്ളവർ പറയണം, ഈ ദൈവമാണ് ഏക സത്യദൈവം, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല, ഈ ദൈവം സർവശക്തനാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ എന്തുമാത്രം ക്രമപ്പെടുത്തണമെന്നത് നമ്മൾ നോക്കുക. ഈ സമൂഹം നമ്മളെ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്, ഇവർ ആരാധിക്കുന്ന ദൈവത്തിന് എന്താണ് പ്രത്യേകത എന്ന്.
രാഹാബ് പറഞ്ഞതുപോലെ ദേശം പറയണം, നിങ്ങളുടെ ദൈവം സ്വർഗസ്ഥനായ ദൈവമാണ്, ഭൂമിയിൽ അവന് എല്ലാ അധികാരവുമുണ്ട്. ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുകളിൽ ഒരിക്കലും കയറാനായിട്ട് സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്ന ഒരു സംരക്ഷണ കവചം നിങ്ങൾക്ക് എപ്പോഴും കോട്ടയായി ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ഒരു തിരിച്ചറിവ് രാഹാബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 31-ാമത്തെ വചനം നമ്മൾ വായിക്കുക. എബ്രായർ 11-ാം അധ്യായം 31-ാമത്തെ വചനം. രാഹാബുമായി ബന്ധപ്പെട്ട് അതിമനോഹരമായ ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. രാഹാബ്, എബ്രായർ 11:31 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാര് സമാധാനത്തോടുകൂടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. ആ ദേശം മുഴുവനും നശിപ്പിക്കപ്പെടുകയാണ്. പക്ഷേ രാഹാബ് എന്ന ഈ സ്ത്രീ, അവൾ വിശ്വാസത്താൽ, വെറുതെയല്ല, ആരിലുള്ള വിശ്വാസത്താലാണ്? നമ്മുടെ ദൈവത്തിലുള്ള, യഹോവയായ ദൈവത്തിലുള്ള വിശ്വാസം അവൾ മുറുകെ പിടിച്ചതുകൊണ്ട് അവളെക്കുറിച്ച് പറയുന്നു, അവൾ അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. ആ ദേശം മുഴുവനും നശിച്ചിട്ടും രാഹാബിൻ്റെ ഫാമിലിയെ ദൈവം നശിപ്പിച്ചില്ല. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഈ രക്ഷ എത്തിച്ചു കൊടുക്കുക നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വലിയൊരു ചുമതലയാണ് ഉള്ളത്. നമ്മളിലൂടെ മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. മറ്റൊരു ഭാഗം കൂടി വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. യാക്കോബ് 2:25. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. അവളുടെ പ്രവൃത്തി ദൈവവുമായുള്ള ബന്ധത്തിൽ വളരെ വിലയേറിയതായിരുന്നു. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. അപ്പോൾ അവളുടെ വിശ്വാസം അവൾ വാക്കുകൾ കൊണ്ട് ആദ്യം ഏറ്റുപറഞ്ഞു. അവൾ പറഞ്ഞു, നിങ്ങളുടെ ദൈവമാണ് സർവശക്തൻ, അവൻ സ്വർഗത്തിൽ വസിക്കുന്നു. രണ്ടാമത് അധരങ്ങൾ കൊണ്ട് കൊണ്ട് അവൾ പൂർത്തിയാക്കിയില്ല. ആ വിശ്വാസം ഏറ്റെടുത്ത് അവൾ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നത്, വിശ്വാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ വായിച്ചു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. എന്നാൽ രാഹാബ് എന്ന ഈ സ്ത്രീ, അവൾക്ക് ദൈവത്തിലുള്ള വിശ്വാസവും അവൾ നേടിയെടുത്തു, വിശ്വാസത്തിൽ അവൾ പ്രവർത്തിക്കുകയും ചെയ്തു. ആ നാട് മുഴുവനും അവൾക്കെതിരെ ഇളകി വരികയാണ്. ഈ 2 പുരുഷന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുക എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവൾ സമർത്ഥമായി അവരെ ഒളിപ്പിച്ച് അവരെ മതിലിലൂടെ ഇറക്കിവിട്ട് അവരെ രക്ഷിക്കുന്നതിലൂടെ അവളുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു അനുഗ്രഹം നൽകുകയാണ്. നമുക്ക് വിശ്വാസം ഉണ്ടായാൽ പോരാ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം വരുമ്പോൾ പ്രവൃത്തി പദത്തിൽ ഈ വിശ്വാസം എടുത്ത് പ്രയോഗിക്കണം. വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിലുള്ള കാര്യം നമ്മൾ പറയുന്നത് പോലെ, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതൊരു പ്രവൃത്തിയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പകൽ സമയത്ത് ദൈവം വന്ന് പറയുന്നുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് മക്കളുണ്ടാകും. അവനത് ഏറ്റെടുക്കുകയാണ്. പകൽ സമയത്ത് നക്ഷത്രങ്ങൾ കാണാൻ കഴിയില്ല, എങ്കിലും നക്ഷത്രങ്ങളുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പകലായാലും രാത്രിയായാലും നക്ഷത്രം അവിടെ ഉണ്ട്. അതാണ് പ്രവൃത്തിയുള്ള വിശ്വാസം. ഉള്ളിൽ നിന്ന് ആ ഒരു വിശ്വാസം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനായി നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ വിശ്വാസത്തെ കണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ഈ വിശ്വാസത്തിലൂടെ ദൈവം നമ്മുടെ കുടുംബങ്ങളെ സമൃദ്ധിയായി മാനിക്കും. അത് നമുക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. രാഹാബിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഈ 2 ഭാഗങ്ങളിൽ രേഖപ്പെടുത്തണമെന്നുണ്ട് എങ്കിൽ, അവളൊരു യഹൂദിയ ദേശക്കാരിയല്ല, അവളൊരു വിജാതീയ സ്ത്രീയാണ്. അവളെക്കുറിച്ച് വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. എന്താണ് ദൈവം അവളിൽ കണ്ട പദ്ധതി എന്ന് മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. യേശുവിൻ്റെ വംശാവലി പരാമർശിച്ചു പോകുമ്പോൾ രാഹാബ് എന്ന വിജാതീയ ദേശക്കാരത്തിയായ ഈ വേശ്യ എന്ന് പ്രത്യേകം അഡ്രസ്സ് ചെയ്യുന്ന ഈ സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കും. ഈ രാഹാബ് എന്ന ഈ സ്ത്രീയെ ഇസ്രായേൽ ദേശത്ത് വസിക്കുന്നതിന് വേണ്ടി ഇവർ അനുവാദം കൊടുത്തു.
ഇസ്രായേലിയ ദേശക്കാരനായ ശൽമോൻ എന്ന വ്യക്തി ഇവളെ വിവാഹം ചെയ്തു. ആരാണ് ശൽമോൻ? ഒരു ഇസ്രായേലിലെ ചെറുപ്പക്കാരനാണ്. ഈ ശൽമോൻ രാഹാബിനെ വിവാഹം ചെയ്ത് രാഹാബിന് ഒരു മകനുണ്ടായി. ആ മകൻ ആരെന്നറിയാമോ? ആ മകൻ്റെ പേരാണ് ബോവസ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ബോവസ്? ആരിലുണ്ടായ മകനാണ്? ഒരു വേശ്യയിൽ നിന്ന് ഉണ്ടായ ഒരു മകനാണ് രാഹാബ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് വന്ന ഒരു വ്യക്തി, എത്ര തെറ്റ് ചെയ്ത വ്യക്തിയായാലും ആ വ്യക്തിയെ ദൈവം സ്വീകരിക്കും. തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആരെയും ദൈവം മാറ്റിവിടത്തില്ല. പക്ഷേ അവൾ ഒരു കാര്യം, അവളുടെ ലൈഫ് എന്ന് പറയുന്നത് അവൾ ശരീരം കൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. എങ്കിലും ഒരു കാര്യം അവൾ ഏറ്റുപറയുകയാണ്, നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവത്തെ പോലെയല്ല, നിങ്ങളുടെ ദൈവം വലിയവനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജാതീയ ദേശക്കാരത്തിയായ ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിലും ദൈവത്തെ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ നമ്മളും നമ്മുടെ തെറ്റുകളെ മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ 10 മടങ്ങായി നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ അവർക്കുണ്ടായ ഒരു മകനാണ് ആര്? ബോവസ്. ബോവസിൻ്റെ ഭാര്യയായിട്ട് പിന്നീട് ആര് വരുന്നുണ്ട്? രൂത്ത്. രൂത്തിൻ്റെ കണക്ഷൻ മനസ്സിലായല്ലോ. രൂത്തും യഹൂദ സമൂഹത്തിന് പുറത്തുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ബോവസിൻ്റെ അമ്മ ഒരു യഹൂദിയ ദേശക്കാരിയല്ല. ബോവസിൻ്റെ ഭാര്യ ആരല്ല? ഒരു യഹൂദിയ ദേശക്കാരത്തിയായ പെൺകുട്ടിയല്ല. ആ ഒരു കണക്ഷൻ നിങ്ങൾ നോക്കണം. ബോവസിൻ്റെ അമ്മ, ബോവസിൻ്റെ ഭാര്യ, ഇവർക്കൊരു മകനുണ്ടാകും. ഈ മകൻ്റെ പേരാണ് ഓബേദിനൊരു മകനുണ്ടാകും. ആ മകൻ്റെ പേരാണ് ഇശായിയുടെ മകൻ ആരാണ്? ദാവീദിൻ്റെ തലമുറ വന്ന് നിൽക്കുന്നത് ആരിലാണ്? യേശുവിലാണ്. എവിടെയാണ് തുടങ്ങിയത്? ഒരു വിജാതീയ ദേശക്കാരത്തിയായ ഒരു സ്ത്രീ, അവളുടെ വീട്ടിൽ 2 പേര് വന്നപ്പോൾ അവൾ പറഞ്ഞ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്, നിങ്ങളുടെ ദൈവം വലിയവനാണ്, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. വീട്ടിൽ വന്നു കയറിയ അനുഗ്രഹമാണ്. 2 ദൈവപുരുഷന്മാർ, യോശുവ അയച്ച 2 പേര് വീട്ടിൽ വരുമ്പോൾ അതിനെ അവൾ പരമാവധി മുതലാക്കുകയാണ്. ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളതിനെ പിടിച്ചെടുക്കണം. ആ അനുഗ്രഹത്തെ നിങ്ങൾ പിടിച്ചെടുക്കണം. രാഹാബിൻ്റെ വീട്ടിൽ വന്ന അനുഗ്രഹത്തെ രാഹാബ് പിടിച്ചെടുത്തു. അവളൊരു തെറ്റുകാരത്തിയായ സ്ത്രീ എന്ന് പറഞ്ഞ് അവൾ ആ അനുഗ്രഹത്തെ പിടിച്ചെടുക്കാനായിട്ട് വൈകിയില്ല. നിങ്ങളുടെ വീട്ടിൽ കിട്ടേണ്ട അനുഗ്രഹം നിങ്ങൾ പിടിച്ചെടുത്താലേ നിങ്ങൾക്ക് കിട്ടൂ. ആരും കൊണ്ട് വെറുതെ തന്നിട്ട് പോകില്ല. അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. അവളെടുത്ത റിസ്ക് എന്ന് പറയുന്നത് ഈ 2 പുരുഷന്മാരെ വിട്ടുകൊടുക്കണമെന്ന് ദേശം മുഴുവനും പറയുമ്പോൾ അവൾ പറഞ്ഞു വിട്ടു തരില്ല. അവൾ അതിനെ സമർത്ഥമായി കൈകാര്യം ചെയ്യുകയാണ്. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ വല്യമ്മയായിട്ട് വരും തലമുറകൾ. നോക്കിക്കഴിഞ്ഞാൽ ആര്? രാഹാബ്. കേട്ടോ? അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം ദൈവം കരുതി വെച്ചു. ഇവൾ പറഞ്ഞ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതിന് കാരണം. എനിക്കറിയാം നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം സ്വർഗസ്ഥനും അത്യുന്നതനും ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്നവനുമാണ്. ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം രാഹാബ് പറഞ്ഞപ്പോൾ തലമുറകളിലേക്ക് ആ ഒരു അനുഗ്രഹം വന്നു. നമ്മളെ ദൈവാലയത്തിൽ വന്ന് നമ്മൾ പറയുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണം നമ്മൾ ഏക മനസ്സോടുകൂടെ ഹൃദയത്തിൽ തട്ടിയാണ് നിങ്ങൾ ഏറ്റു പറയുന്നതെങ്കിൽ നിങ്ങളുടെ തലമുറകളിലേക്ക് ഈ അനുഗ്രഹം ഇതുപോലെ പാസ് ചെയ്യപ്പെടും. അനുഗ്രഹം ഈ തലമുറകളിലേക്ക് എത്തപ്പെടും. അത്രയും പ്രാധാന്യമുണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ പറയുന്ന ഓരോ വിശ്വാസത്തിൻ്റെ വാക്കുകൾക്കും. അവളുടെ ജീവിതത്തിൽ 5 തലങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുകയാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. 1, അവൾ കേട്ട ഒരു വിശ്വാസമുണ്ട്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. അതായത് ഇവൾ കേട്ട ഒരു അറിവാണ് അവൾ പറയുന്നത്. ഹിയറിംഗ് ഫെയ്ത്ത്. അവൾ കേട്ട വിശ്വാസം അവൾ ഏറ്റെടുത്ത് ഹൃദയത്തിൽ വയ്ക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഓർക്കണം, മറ്റൊരുത്തിന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിയിൽ
നൽകപ്പെട്ടത് യേശുവിൻ്റെ ഏക നാമം മാത്രമാണ്. ഈ ഏക സത്യ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മൾ ആരാധിക്കേണ്ടതുമെന്ന് നമ്മൾ ഓർക്കണം. അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു. നിങ്ങൾ കേട്ടു 30 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും കാണുമ്പോൾ വളരെ ശക്തമായി കർത്താവായ യേശുവിനെക്കുറിച്ച് സാക്ഷ്യത്തോടുകൂടെ സമൂഹത്തിൻ്റെ മുൻപിൽ പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ഓപ്പൺ ഡിസ്കഷന് വേണ്ടി ഒരു കോളേജിൽ വരുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ദൂരത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഈ മനുഷ്യനെ നിറയൊഴിച്ച് കഴുത്തിൽ വെടിയേറ്റ് ആ സ്പോട്ടിൽ മരിക്കുകയാണ്. അദ്ദേഹം ചെയ്ത കാര്യം എന്താണ്? എവിടെയെല്ലാം ഓപ്പണായിട്ട് യേശുവാണ് ഈ ലോകത്തിൻ്റെ ഏക രക്ഷകനെന്ന് വിളിച്ചു പറയാനായിട്ട് കഴിയുന്നു, അവിടെയെല്ലാം ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ്, യേശുവാണ് ഈ ലോകത്തിൻ്റെ ഏക രക്ഷകനെന്ന് ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾക്ക് അനേകരുടെ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയും. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾക്ക് അനേകരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കർത്താവിനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേട്ട വചനത്തെ നമ്മൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് അനേകരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഹിയറിംഗ് ഫെയ്ത്ത്. രണ്ടാമത് കൺഫേസിങ് ഫെയ്ത്ത്, അംഗീകരിച്ച വിശ്വാസം. അവൾ അതിനെ അംഗീകരിക്കുകയാണ്. അവൾ പറയുന്നു, എനിക്കിതിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതാണ് നമ്മൾ വായിച്ചത് 11-ാമത്തെ വാക്യം. ദൈവമല്ലാതെ സ്വർഗത്തിലും ഭൂമിയിലും മറ്റൊരു ശക്തനായവൻ ഇല്ല എന്ന് അവൾ വിശ്വസിക്കുകയാണ്. കേട്ട വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. മൂന്നാമത്തത് സാഹസികത നിറഞ്ഞ ഒരു വിശ്വാസം. ആ നാട് മുഴുവനും എതിരാണ്, പക്ഷേ അവൾ കേട്ട വിശ്വാസം, ഉള്ളിലുണ്ട്, വായു തുറന്ന് പറഞ്ഞ വിശ്വാസം, ഇതിനെ അവൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്? ഒരു സാഹസികത നിറഞ്ഞ രീതിയിൽ അതിനെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. റിസ്കിങ് ഫെയ്ത്ത് എന്ന് പറയും. റിസ്കിങ് ഫെയ്ത്ത്. റിസ്ക് എന്ന് പറയുന്നത് നാട്ടുകാരെല്ലാം എതിരാണ്, അതിന് മധ്യത്തിൽ ഈ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണം. ചിലപ്പോൾ നിങ്ങളെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നു വന്നതിൻ്റെ പേരിൽ പലരും കുറ്റപ്പെടുത്തും, നിങ്ങളെക്കുറിച്ച് പലരും പലതും പറയും. പക്ഷേ ദൈവം ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ആ റിസ്കിൻ്റെ മധ്യത്തിൽ ശക്തമായി വിശ്വാസത്തിൽ നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അബ്രഹാം നിന്നത് അങ്ങനെയാണ്. മകനെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു, റിസ്ക്കാണ്. പക്ഷേ ആ റിസ്കി സിറ്റുവേഷനെ അബ്രഹാം അതിജീവിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടിയാണ്. വാഗ്ദത്ത സന്തതിയിലൂടെ കടൽ തീരത്തെ മണൽത്തരികളുടെ എണ്ണം പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും വർധനവുണ്ടെന്ന് പറഞ്ഞാൽ, യാഗം അർപ്പിക്കാനായി കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. അതാണ് റിസ്ക്. ഏക മകനേ ഉള്ളൂ, പക്ഷേ റിസ്കിങ് ഫെയ്ത്ത് ഫോർ ക്രൈസ്റ്റ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നാലാമത്തെ കാര്യം, കുടുംബത്തെ അവൾ സംരക്ഷിക്കുകയാണ്. അവൾ പറയുന്നു, എന്നെ മാത്രമല്ല എൻ്റെ ഫാമിലിയെയും നിങ്ങൾ സേവ് ചെയ്യണം. നിങ്ങൾ വീണ്ടും ഈ നാട്ടിലേക്ക് വരുമ്പോൾ എന്നെ മാത്രം രക്ഷിച്ചാൽ പോരാ, എൻ്റെ കൂടെ ആരെ കൂടെ രക്ഷിക്കണം? എൻ്റെ ഫാമിലിയെയും കൂടെ നിങ്ങൾ സേവ് ചെയ്യണം. ഹൗസ് ഹോൾഡ് ഫെയ്ത്ത്. നമ്മൾ മാത്രം രക്ഷപ്പെട്ടു പോയാൽ പോരാ, നമ്മുടെ വീട്ടുകാർ മുഴുവനും എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. സക്കായിയോട് യേശു പറയുന്നത് പോലെ, നീ മാത്രമല്ല നിൻ്റെ വീടിനാണ് ഇന്ന് രക്ഷ വന്നത്, മറന്നു പോകരുത്. കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നത്, ഇന്ന് മുതൽ നിനക്ക് മാത്രമല്ല നിൻ്റെ വീട്ടിന് കൂടെ രക്ഷ വന്നു. അപ്പം നമ്മൾ ഏറ്റെടുക്കുന്ന വിശ്വാസം ആർക്ക് നന്മയായിട്ട് വരും? നമ്മുടെ വീടിന് ഫുൾ അനുഗ്രഹമായിട്ട് തീരണം. ഏറ്റവും ഒടുവിലായിട്ട് അവൾ ചെയ്തത്, അവൾ ഒരു അടയാളം ചോദിക്കുകയാണ്. ഷീ ഈസ് ആസ്കിങ് എ സൈൻ. ഒരു അടയാളം ചോദിക്കുകയാണ്. അടയാളമായിട്ട് അവരെന്താണ് പറഞ്ഞതെന്നറിയാമോ? നിൻ്റെ വീടിൻ്റെ മുകളിൽ മതിലിനോട് ചേർന്ന് നീ ഒരു റെഡ് കളർ ക്ലോത്ത് കെട്ടിയിടണം. അത് കാണുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവരോടും നീയും അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി നിന്നെ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാം. എന്താണ് ഈ റെഡ് കളറ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? കർത്താവായ യേശുവിൻ്റെ രക്തമാണ്. രക്തം. കാരണം ഈ കർത്താവായ യേശുവിൻ്റെ രക്തത്താലാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ രക്തത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. കർത്താവ് നമ്മളെ വീണ്ടെടുപ്പുകാരനാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മൾ പാടാറില്ലേ, കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ, കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ
ജയം പാടും. ജയം മനസ്സിലായോ? അതിൽ എന്തുണ്ട്? ജയമുണ്ട്. രാഹാബ് ജയിക്കുന്നത് ഇതിലാണ്. അവൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ജയം ദൈവം നൽകിയത് ഈ ക്രൂശിലെ രക്തത്താലാണ്. അപ്പോൾ രക്തത്താൽ നമ്മൾ ജയം ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ രാഹാബ് എങ്ങനെ യേശുവിൻ്റെ വല്യമ്മയായി എന്ന് നമുക്ക് മനസ്സിലാകും. കേവലം വിജാതീയ ദേശക്കാരത്തിയായ ഒരു സ്ത്രീ ഇത്രയും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പിടിച്ചെടുത്തുവെങ്കിൽ നമുക്കെന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല? നിങ്ങളത് ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ വരുന്ന ദൈവ സാന്നിധ്യത്തെ പുറംകാല് കൊണ്ട് തട്ടിക്കളയാതെ നമ്മളതിനെ പിടിച്ചെടുക്കണം. നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ദൈവ സാന്നിധ്യത്തെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളിൽ വിശ്വസ്തരാകണം. മുഴങ്കാലിൽ ഇരിക്കണം, വായ് തുറന്ന് വചനം പറയണം. ഇവൾ ശ്രദ്ധിച്ചായിരുന്നോ? അവൾ വായ് തുറന്ന് പറയുകയാണ്, ഈ ദൈവമാണ് വലിയവനെന്ന്. വായ് തുറന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ എന്ത് വന്നു? അനുഗ്രഹം വന്നു. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, വായ് തുറന്ന് പറയണം. യേശു പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടാതിരുന്നാൽ എനിക്ക് കല്ലുകളെ കൊണ്ട് വിളിപ്പിക്കാനായിട്ട് കഴിയും. പക്ഷെ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ നന്മ ദൈവം തരും. ഏറ്റവും ഒടുവിലായിട്ട് അവിടെ പറഞ്ഞു, ഈ ദൈവമല്ലാതെ മറ്റ് ശക്തനാരുമില്ല. നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇതേ വാചകം ആരും പറയുന്നുണ്ട്? രാഹാബും പറഞ്ഞു, ഈ ദൈവമല്ലാതെ സർവശക്തൻ ആരുമില്ല. ഇത്രയും വിശ്വാസ പ്രഖ്യാപനം അവൾ ഏറ്റെടുത്തപ്പോൾ അവൾക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് യേശു എന്ന ഈ ലോകത്തിൻ്റെ രക്ഷകൻ്റെ പിറവി കൊടുക്കുന്നതിൻ്റെ മൂല്യ കാരണങ്ങളിൽ ഒരാളായി തീരാനായി ദൈവം അവളെ ഉപയോഗിച്ചു. അപ്പോൾ ദൈവം നമ്മളെ അത്രത്തോളം അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കൊരു തെറ്റ് പറ്റി, നമ്മൾ പിഴവ് പറ്റി എന്ന് കരുതി നമ്മൾ മാറി നിൽക്കാനുള്ളവരല്ല. അത് നമ്മൾ ഓർക്കുക.